ആമോസ് അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ആമോസ് 1-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. തെക്കോവിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് യെഹൂദാ രാജാവായ ഉസിയാവിന്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാസിന്റെ മകനായ യൊരോബെയാമിന്റെ കാലത്തും ഭൂകമ്പത്തിന് 2 സംവത്സരം മുമ്പേ ഇസ്രായേലിനെ കുറിച്ച് ദർശിച്ച വചനങ്ങൾ. അവൻ പറഞ്ഞതോ, യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു, യെരൂശലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും. അപ്പോൾ ഇടയന്മാരുടെ മേച്ചിൻപുറങ്ങൾ ദുഃഖിക്കും, കർമ്മേലിന്റെ കൊടുമുടി വാടിപ്പോകും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ദമേസ്കിന്റെ 3-4 അതിക്രമ നിമിത്തം അവർ ഗിലെയാദിനെ ഇരുമ്പ് മെതിവടി കൊണ്ട് മെതിച്ചിരിക്കാൻ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളയില്ല. ഞാൻ ഹസാൽ ഗ്രഹത്തിന് തീ അയക്കും, അത് ബൽഹാദിന്റെ അരമനകളെ ദഹിപ്പിച്ച് കളയും. ഞാൻ ദമേസ്കിന്റെ ഓടാമ്പൽ തകർത്ത് ആവേൻ താഴ്വീഴുന്ന നിവാസിയും ഏതൻ ഗൃഹത്തിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും. അരാമ്യർ ബന്ധന്മാരായി കീറിലേക്ക് പോകേണ്ടി വരും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഗസയുടെ 3-4 അതിക്രമ നിമിത്തം അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബന്ധന്മാരായി ആ സകലം കൊണ്ടുപോയിരിക്കാൻ ഞാൻ ശിക്ഷ മടക്കിക്കളയില്ല. ഞാൻ ഗസയുടെ മതിലിനകത്തു തീ അയക്കും, അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഞാൻ ആസ്തോയിൽ നിന്ന് നിവാസിയെയും അസ്കലോനിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും. എന്റെ കൈ എക്രോന്റെ മേലെ തിരിക്കും, ഫെലിസ്ത്യരിൽ ശേഷിപ്പുള്ളവർ നശിച്ചു പോകും എന്ന് യഹോവയായ കർത്താവ് അരുളിച്ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: സോരിന്റെ 3-4 അതിക്രമ നിമിത്തം അവർ സഹോദര സഖ്യത ഓർക്കാതെ ബന്ധന്മാരെ ആ സകലം ഏദോമിനെ ഏൽപ്പിച്ചു കളഞ്ഞിരിക്കാൻ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. ഞാൻ സോരിന്റെ മതിലിനകത്തൊരു തീ അയക്കും, അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഏദോമിന്റെ 3-4 അതിക്രമ നിമിത്തം അവൻ തന്റെ സഹോദരനെ വാളോടുകൂടെ പിന്തുടർന്ന് തന്റെ കോപം സദാകാലം കടിച്ചു കീറുവാൻ തക്കവണ്ണം സഹതാപം വിട്ടുകളയുകയും ദേഷ്യം സദാകാലം വെച്ചുകൊള്ളുകയും ചെയ്തിരിക്കാൻ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. ഞാൻ തേമാനിൽ തീ അയക്കും, അത് ബോസേൽ അരമനകളെ ദഹിപ്പിച്ചു കളയും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: അമ്മോന്യരുടെ 3-4 അതിക്രമ നിമിത്തം അവർ തങ്ങളുടെ അതിർ വിസ്താരമാക്കേണ്ടതെന്ന് ഗിലെയാദിലെ ഗർഭിണികളെ പിളർന്നു കളഞ്ഞിരിക്കാൻ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. ഞാൻ രബയുടെ മതിലിനകത്തൊരു തീ കത്തിക്കും, അത് യുദ്ധ ദിവസത്തിലെ ആപ്പോടും പിസറുള്ള നാളിലെ കൊടുങ്കാറ്റോടും കൂടെ അതിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും, അവനും അവന്റെ പ്രഭുക്കന്മാരും ഒരുപോലെ തന്നെ എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ദൈവമേ, സ്തോത്രത്തിനു യോഗ്യമാവുന്നു. മാറിക്കുമോ. ആമോസ് 2-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: മോവാബിന്റെ 3-4 അതിക്രമ നിമിത്തം അവൻ ഏദോം രാജാവിന്റെ അസ്ഥികളെ ചുട്ട് കുമ്മായമാക്കി കളഞ്ഞിരിക്കയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. ഞാൻ മോവാബിൽ ഒരു തീ അയക്കും, അത് കെരിയോത്തിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. മോവാബ് കലഹത്തോടും ആർപ്പോടും കാഹളനാദത്തോടും കൂടെ മരിക്കും. ഞാൻ ന്യായാധിപതിയെ അതിന്റെ നടുവിൽ നിന്ന് ഛേദിച്ച് അതിന്റെ സകല പ്രഭുക്കന്മാരെയും അവനോട് കൂടെ കൊല്ലും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: യഹൂദയുടെ 3-4 അതിക്രമ നിമിത്തം അവർ യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിക്കുകയും അവന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതിരിക്കുകയും അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോന്ന അവരുടെ വ്യാജമൂർത്തികൾ അവരെ തെറ്റി നടക്കുമാറാക്കുകയും ചെയ്തിരിക്കാൻ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും, അത് യെരൂശലേമിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഇസ്രായേലിന്റെ 3-4 അതിക്രമ നിമിത്തം അവർ നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ടം ചെരുപ്പിനും വിറ്റുകളഞ്ഞിരിക്കാൻ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. അവർ എളിവരുടെ തലയിൽ മൺപൊടി കാണാൻ കാംക്ഷിക്കുകയും സാധുക്കളുടെ വഴി മറിച്ചു കളയുകയും ചെയ്യുന്നു. എന്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കുവാൻ തക്കവണ്ണം ഒരു പുരുഷനും അവന്റെ അപ്പനും ഒരേ യുവതിയുടെ അടുക്കൽ ചെല്ലുന്നു. അവർ ഏത് ബലിപീഠത്തിനരികത്തും പണയം വാങ്ങിയ വസ്ത്രം വിരിച്ച്
കിടന്നുറങ്ങുകയും പിഴയടച്ചവരുടെ വീഞ്ഞ് തങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ വെച്ച് കുടിക്കുകയും ചെയ്യുന്നു. ഞാനോ അമോയനെ അവരുടെ മുമ്പിൽ നശിപ്പിച്ചു കളയും. അവന്റെ ഉയരം ദേവദാരുക്കളുടെ ഉയരം പോലെയായിരുന്നു. അവൻ കരിവേലകൾ പോലെ ശക്തിയുള്ളവനുമായിരുന്നു. എങ്കിലും ഞാൻ മീതെ അവന്റെ ഫലവും താഴെ അവന്റെ വേരും നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെടുവിച്ചു. അമോറിന്റെ ദേശത്തെ കൈവശമാക്കേണ്ടതിന് നിങ്ങളെ 40 സംവത്സരം മരുഭൂമിയിൽ കൂടി നടത്തി. ഞാൻ നിങ്ങളുടെ പുത്രന്മാരിൽ ചിലരെ പ്രവാചകന്മാരായും നിങ്ങളുടെ വേനക്കാരിൽ ചിലരെ വ്രതസ്ഥന്മാരായും എഴുന്നേൽപ്പിച്ചു. അങ്ങനെ തന്നെയല്ലയോ ഇസ്രായേൽ മക്കളെ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ നിങ്ങൾ വ്രതസ്ഥന്മാർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്കുകയും പ്രവാചകന്മാരോട് പ്രവചിക്കരുത് എന്ന് കൽപ്പിക്കുകയും ചെയ്തു. കറ്റ കയറ്റിയ വണ്ടി അമർത്തുന്ന പോലെ ഞാൻ നിങ്ങളെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് അമർത്തിക്കളയും. അങ്ങനെ വേഗമാർക്കും സ്വർണം നശിക്കും. ബലവാന്റെ ശക്തി നിലനിൽക്കില്ല. വീരൻ തന്റെ ജീവനെ രക്ഷിക്കില്ല. വില്ലാളി ഉറച്ചു നിൽക്കില്ല. ശീഘ്രഗാമി തന്നെ താൻ വിടുവിക്കില്ല. കുതിര കയറി ഓടുന്നവൻ തന്റെ ജീവനെ രക്ഷിക്കുകയുമില്ല. വീരന്മാരിൽ ധൈര്യമേറിയവൻ അന്നാളിൽ നഗ്നനായി ഓടിപ്പോകുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാധിക്കുമോ? ആമോസ് 3-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ മക്കളെ, നിങ്ങളെക്കുറിച്ചും ഞാൻ മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെടുവിച്ച സർവവംശത്തെക്കുറിച്ചും യഹോവ അരുളിച്ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പിൻ. ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുന്നു. ഇരയില്ലാതിരിക്കുമ്പോൾ സിംഹം കാട്ടിൽ അലറുന്നു. ഒന്നിനെയും പിടിച്ചിട്ടല്ലാതെ ബാലസിംഹം ഗുഹയിൽ നിന്ന് ഒച്ച പുറപ്പെടുവിക്കുന്നു. കുടുക്കില്ലാതിരിക്കെ പക്ഷി നിലത്തെ കണിയിൽ അകപ്പെടുന്നു. ഒന്നും പിടിപ്പെടാതെ കണി നിലത്തു നിന്ന് പൊങ്ങുന്നു. നഗരത്തിൽ കാഹളം ഊതുമ്പോൾ ജനം പേടിക്കാതിരിക്കുന്നു. യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുന്നു. യഹോവയെ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും? യഹോവയായ കർത്താവ് അരുളിച്ചെയ്തിരിക്കുന്നു, ആർ പ്രവചിക്കാതിരിക്കും? സമയപർവ്വതങ്ങളിൽ വന്നുകൂടി അതിന്റെ നടുവിലുള്ള മഹാകലഹങ്ങളെയും അതിന്റെ മധ്യയുള്ള പീഡനങ്ങളെയും നോക്കുവിൻ എന്ന് ആസ്തോയിലെ അരമനകളിന്മേലും മിസ്രയീം ദേശത്തിലെ അരമനകളിന്മേലും ഘോഷിച്ചു പറവിൻ. തങ്ങളുടെ അരമനകളിൽ അന്യായവും സാഹസവും സംഗ്രഹിച്ചു വെക്കുന്നവർ ന്യായം പ്രവർത്തിപ്പാൻ അറിയുന്നില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് യഹോവ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ദേശത്തിന് ചുറ്റും ഒരു വൈരി ഉണ്ടാകും. അവൻ നിന്റെ ഉറപ്പ് നിങ്ങളുടെ താഴ്ത്തിക്കളയും. നിന്റെ അരമനകൾ കൊള്ളയായി തീരും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഒരിടവും 2 കാലോ ഒരു കാടോ സിംഹത്തിന്റെ വാലിന് വലിച്ചെടുക്കുന്നത് പോലെ ഷർമ്മയിൽ കിടക്കയുടെ കോണിലും പട്ടുമെത്തമേലും ഇരിക്കുന്ന ഇസ്രായേൽ മക്കൾ വിടുവിക്കപ്പെടും. നിങ്ങൾ കേട്ട് യാക്കോബ് ഗൃഹത്തോട് സാക്ഷീകരിപ്പിങ്ങെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ നിമിത്തം അവനെ സന്ദർശിക്കുന്ന നാളിൽ ബലിപീഠത്തിന്റെ കൊമ്പുകൾ മുറിഞ്ഞ് നിലത്ത് വീഴ്വാൻ തക്കവണ്ണം ഞാൻ ബേബേലെ ബലിപീഠങ്ങളെയും സന്ദർശിക്കും. ഞാൻ ഹേമന്ത ഗൃഹവും ഗ്രീഷ്മഗൃഹവും ഒരുപോലെ തകർത്ത് കളയും. ദത്തഭവനങ്ങൾ നശിച്ചു പോകും, പല വീടുകളും മുടിഞ്ഞു പോകുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാധിക്കുമോ? ആമോസ് 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. എളിവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവിൻ, ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന സമയ പർവ്വതത്തിലെ ബാസാന്യ പശുക്കളെ, ഈ വചനം കേൾപ്പിൻ. ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ടും നിങ്ങളുടെ സന്തതിയെ ചൂണ്ടൽ കൊണ്ടും പിടിച്ചുകൊണ്ടു പോകുന്ന കാലം നിങ്ങൾക്ക് വരും എന്ന് യഹോവയായ കർത്താവ് തന്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓരോരുത്തി നേരെ മുമ്പോട്ട് മതിൽ പിളർപ്പുകൾ കൂടി പുറത്തു ചെല്ലുകയും തിമേനെ എറിഞ്ഞു കളയുകയും ചെയ്യും എന്ന് യഹോവയുടെ അരുളപ്പാട്. ബേഥേലിൽ ചെന്ന് അതിക്രമം ചെയ്യുവിൻ, ഗിലാഗിലിൽ ചെന്ന് അതിക്രമം വർദ്ധിപ്പിപ്പിൻ. രാവിലെ തോറും നിങ്ങളുടെ ഹനനയാഗങ്ങളെയും
3 നാൾ തോറും നിങ്ങളുടെ ദശാംശങ്ങളെയും കൊണ്ടു ചെല്ലുവിൻ. പുളിച്ച മാവ് കൊണ്ടുള്ള സ്വോത്രയാഗം അർപ്പിപ്പിൻ. സമാധാർപ്പിതങ്ങളെ ഘോഷിച്ച് പ്രസിദ്ധമാക്കുവിൻ. അങ്ങനെയല്ലോ ഇസ്രായേൽ മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിന്റെ വെടിപ്പും എല്ലായിടങ്ങളിലും അപ്പത്തിന്റെ കുറവും വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. കൊയ്ത്തിന് 3 മാസമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കിക്കളഞ്ഞു. ഞാൻ ഒരു പട്ടണത്തിൽ മഴ പെയ്യ്ക്കുകയും മറ്റേ പട്ടണത്തിൽ മഴ പെയ്യിക്കാതിരിക്കുകയും ചെയ്തു. ഒരു കണ്ടത്തിൽ മഴ പെയ്തു, മഴ പെയ്യാത്ത മറ്റേ കണ്ടം വരണ്ടുപോയി. 2-3 പട്ടണം വെള്ളം കുടിപ്പാൻ ഒരു പട്ടണത്തിലേക്ക് ഒഴിഞ്ഞു ചെന്നു. ദാഹം തീർന്നില്ലതാനും, എന്നിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ വെൺകതിർ കൊണ്ടും വിഷമഞ്ഞുകൊണ്ടും ശിക്ഷിച്ചു. നിങ്ങളുടെ തോട്ടങ്ങളെയും മുന്തിരിപ്പറമ്പുകളെയും അത്തിവൃക്ഷങ്ങളെയും ഒലിവ് മരങ്ങളെയും പലപ്പോഴും തുള്ളൻ തിന്നുകളഞ്ഞു. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. മിസ്രയീമിൽ എന്ന പോലെ ഞാൻ മഹാമാരി നിങ്ങളുടെ അയച്ചു. നിങ്ങളുടെ യവനക്കാരെ വാൾ കൊണ്ട് കൊന്നു, നിങ്ങളുടെ കുതിരകളെ പിടിച്ചുകൊണ്ടുപോയി. നിങ്ങളുടെ പാളയങ്ങളിലെ നാറ്റ് ഞാൻ നിങ്ങളുടെ മൂക്കിൽ കയറുമാറാക്കി. എന്നിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം സൊദോമിനെയും ഗോമോരയെയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി. നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെയായിരുന്നു. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവന്റെ നിരൂപണയിൽ നിന്ന് അഴിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതികളിൽ മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട്. സൈന്യങ്ങൾ ദൈവമായ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. മാറിക്കുമോ? ആമോസ് 5-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളെ കുറിച്ച് വിലാപം ചൊല്ലുന്ന ഈ വചനം കേൾപ്പീൻ. ഇസ്രായേൽ കന്യക വീണിരിക്കുന്നു, ഇനി എഴുന്നേൽക്കുകയുമില്ല. അവൾ നിലത്തോട് പറ്റിക്കിടക്കുന്നു, അവളെ നിവർക്കുവാൻ ആരുമില്ല. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഇസ്രായേൽ ഗൃഹത്തിൽ 1000 പേരുമായി പുറപ്പെട്ട പട്ടണത്തിന് 100 പേർ മാത്രം ശേഷിക്കും. 100 പേരുമായി പുറപ്പെട്ടതിന് 10 പേർ മാത്രം ശേഷിക്കും. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ. ബേബലിനെ അന്വേഷിക്കരുതേ, ഗിലാഗിലേക്ക് ചെല്ലരുതേ, ബേർസബിലേക്ക് കടക്കേമരുതേ. ഗിലാഗൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും, ബേദൽ നാസ്തിയായി ഭവിക്കും. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പിൻ. അല്ലെങ്കിൽ അവൻ ബേദലിൽ ആർക്കും കെടുത്തുവാൻ കഴിയാത്ത ഒരു തീ പോലെ യോസേഫ് ഗൃഹത്തിന്മേൽ ചാടി അതിനെ ദഹിപ്പിച്ചു കളയും. ന്യായത്തെ കാഞ്ഞിരമാക്കി തീർക്കുകയും നീതിയെ നിലത്ത് തള്ളിയിട്ട് കളയുകയും ചെയ്യുന്നവരെ കാർത്തികയും മകിരത്തെയും സൃഷ്ടിക്കുകയും അന്തമസിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിപ്പീൻ. യഹോവ എന്നാകുന്ന അവന്റെ നാമം. അവൻ കോട്ടയ്ക്ക് നാശം വരുവാൻ തക്കവണ്ണം ബലവാന്റെ മേൽ നാശം മിന്നിക്കുന്നു. ഗോപുരത്തെങ്കിൽ ന്യായം വിധിക്കുന്നവനെ അവർ ദോഷിക്കുകയും പരമാർത്ഥം സംസാരിക്കുന്നവനെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ എളിയവനെ ചവിട്ടിക്കളയുകയും അവനോട് കോഴയായി ധാന്യം വാങ്ങുകയും ചെയ്യുന്നതിനാൽ നിങ്ങൾ വെട്ടുകല്ലുകൊണ്ട് വീട് പണിയും, അതിൽ പാർക്കയില്ലതാനും. നിങ്ങൾ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കും, അവയിലെ വീഞ്ഞ് കുടിക്കയില്ലതാനും. നീതിമാനെ ക്ലേശിപ്പിച്ചു കൈക്കൂലി വാങ്ങിയും ഗോപുരത്തെങ്കിൽ ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളയുകയും ചെയ്യുന്നവരെ, നിങ്ങളുടെ അതിക്രമങ്ങൾ അനവധിയും നിങ്ങളുടെ പാപങ്ങൾ കഠിനവുമെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ബുദ്ധിമാൻ ഈ കാലത്ത് മിണ്ടാതിരിക്കുന്നു. ഇത് ദുഷ്കാലമല്ലോ. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പിൻ. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ നിങ്ങളോടുകൂടിയിരിക്കും.
നിങ്ങൾ തിന്മ ദോഷിച്ചു നന്മ ഇച്ഛിച്ചു ഗോപുരത്തിങ്കിൽ ന്യായം നിലർത്തുവിൻ. പക്ഷേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ യോസഫിൽ ശേഷിപ്പുള്ളവരോട് കൃപ കാണിക്കും. അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്ന കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. സകല വീഥികളും വിലാപമുണ്ടാകും. എല്ലാ തെരുക്കളിലും അവർ അയ്യോ അയ്യോ എന്ന് പറയും. അവർ കൃഷിക്കാരെ ദുഃഖിപ്പിപ്പാനും പ്രലാപന്മാരെ വിലപിപ്പാനും വിളിക്കും. ഞാൻ നിന്റെ നടുവിൽ കൂടി കടന്നു പോകുന്നുകൊണ്ട് എല്ലാ മുന്തിരി തോട്ടങ്ങളിലും വിലാപമുണ്ടാകും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം? അത് വെളിച്ചമല്ല, ഇരുട്ടത്രേ. അതൊരുത്തൻ സിംഹത്തിന് മുമ്പിൽ നിന്ന് ഓടിപ്പോയിട്ട് കരടി അവനെ എതിർപ്പെടുകയും വീട്ടിൽ ചെന്ന് കൈവച്ച് ചുമരോട് ചാരിയിട്ട് സർപ്പം അവനെ കടിക്കുകയും ചെയ്യുന്നത് പോലെയാകുന്നു. യഹോവയുടെ ദിവസം വെളിച്ചമല്ല, ഇരുൾ തന്നെയല്ലോ. ഒട്ടും പ്രകാശമില്ലാത്ത അന്ധതമസ് തന്നെ. നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ ദോഷിച്ച് നിരസിക്കുന്നു. നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങൾ അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കയില്ല. തടിച്ച മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാനയാഗങ്ങളെ ഞാൻ കടാക്ഷിക്കയില്ല. നിന്റെ പാട്ടുകളുടെ സ്വരം എന്റെ മുമ്പിൽ നിന്ന് നീക്കുക. നിന്റെ വീണനാദം ഞാൻ കേൾക്കയില്ല. എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി പറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് 40 സംവത്സരം ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചുവോ? നിങ്ങൾക്കുണ്ടാക്കിയ വിഗ്രഹങ്ങളായി നിങ്ങളുടെ നക്ഷത്രദേവനായ കീവിനെയും നിങ്ങളുടെ രാജാവായ സീക്കുത്തിനെയും നിങ്ങൾ ചുമന്നുകൊണ്ട് പോകേണ്ടി വരും. ഞാൻ നിങ്ങളെ ദമേശക്കിനപ്പുറം പ്രവാസത്തിലേക്ക് പോക്കുമാറാക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. സൈന്യങ്ങളുടെ ദൈവം എന്നാകുന്നു അവന്റെ നാമം. ദൈവമേ, സ്തോത്രനിക്ക് യോഗ്യമാകുന്നു. പാറിക്കുമോ? ആമോസ് 6-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. സിയോനിൽ സ്വൈരികളായി സമയാപർവ്വത്ത് നിർഭരായി ജാതികളിൽ പ്രധാനമായതിൽ ശ്രേഷ്ഠന്മാരായി ഇസ്രായേൽ ഗൃഹം വന്നു ചേരുന്നവരായുള്ളവരെ, നിങ്ങൾക്കയ്യോ കഷ്ടം. നിങ്ങൾ കലനയ്ക്ക് ചെന്നു നോക്കുവിൻ. അവിടെ നിന്ന് മഹിതിയായ ഹമാത്തിലേക്ക് പോകുവിൻ. ഫെലിസ്ത്യരുടെ ഗൃഹത്തിലേക്ക് ചെല്ലുവിൻ. അവ ഈ രാജ്യങ്ങളെക്കാൾ നല്ലവയല്ലയോ? അവയുടെ ദേശം നിങ്ങളുടെ ദേശത്തെക്കാൾ വിസ്താരമുള്ളതോ? നിങ്ങൾ ദുർദിവസം അകറ്റിവെക്കുകയും സാഹസത്തിന്റെ ഇരിപ്പിടം അടിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആനക്കൊണ്ടുകൊണ്ടുള്ള കട്ടിലുകളിന്മേൽ ചാരിയിരിക്കുകയും നിങ്ങളുടെ സൈകളിന്മേൽ നിവർന്നു കിടക്കുകയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കുഞ്ഞാടികളെയും തൊഴുത്തിൽ നിന്ന് പശുക്കിടാക്കളെയും തിന്നുകയും ചെയ്യുന്നു. നിങ്ങൾ വീണനാദത്തോടെ വ്യർത്ഥ സംഗീതം ചെയ്ത് ദാവീദ് എന്ന പോലെ വാദിത്രങ്ങളെ ഉണ്ടാക്കുന്നു. നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശേഷ തൈലം പൂശുകയും ചെയ്യുന്നു. യോസഫിന്റെ കേടിനെ കുറിച്ച് വ്യസനിക്കുന്നില്ല താനും. അതുകൊണ്ട് അവർ ഇപ്പോൾ പ്രവാസികളിൽ മുമ്പരായി പ്രവാസത്തിലേക്ക് പോകും. നിവർന്നു കിടക്കുന്നവരുടെ മദ്യപാന ഘോഷം തീർന്നു പോകും. യഹോവയായ കർത്താവ് തന്നെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു എന്ന് സൈന്യങ്ങൾ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. ഞാൻ യാക്കോബിന്റെ ഗർവത്തെ വെറുത്ത് അവന്റെ അരമനകളെ ദോഷിക്കുന്നു. ഞാൻ പട്ടണവും അതിലുള്ളതൊക്കെയും ഏൽപ്പിച്ചു കൊടുക്കും. ഒരു വീട്ടിൽ 10 പുരുഷന്മാർ ശേഷിച്ചിരുന്നാലും അവർ മരിക്കും. ഒരു മനുഷ്യന്റെ ചാർച്ചക്കാരൻ അവനെ ദഹിപ്പിക്കേണ്ടുന്നവൻ തന്നെ. അവന്റെ അസ്ഥികളെ വീട്ടിൽ നിന്ന് നീക്കേണ്ടതിന് അവനെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ അവൻ വീടിന്റെ അകത്തെ മൂലയിൽ ഇരിക്കുന്നവനോട്, നിന്റെ അടുക്കൽ നീ വല്ലവരും ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് അവൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ അവൻ യഹോവയുടെ നാമത്തെ കീർത്തിച്ചു കൂടാകിയാൽ നീ മിണ്ടാതിരിക്ക എന്ന് പറയും. യഹോവ കൽപ്പിച്ചിട്ട് വലിയ വീട് ഇടിഞ്ഞും ചെറിയ വീട് പിളർന്നും തകർന്നും പോകും. കുതിര പാറമേലോടുമോ അവിടെ കാളയെ പൂട്ടി ഉഴുമോ? എന്നാൽ നിങ്ങൾ ന്യായത്തെ നഞ്ചായും നീതിഫലത്തെ കാഞ്ഞിരമായും മാറ്റിയിരിക്കുന്നു. നിങ്ങൾ മിഥ്യാവസ്തുവിൽ സന്തോഷിച്ചും കൊണ്ട് സ്വന്തം സഖ്യാൽ ഞങ്ങൾ പ്രാബല്യം പ്രാപിച്ചിട്ടില്ലയോ എന്ന് പറയുന്നു. എന്നാൽ ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളുടെ നേരെ ഒരു ജാതിയെ എഴുന്നേൽപ്പിക്കും. അവർ ഹമാത്തിലേക്കുള്ള പ്രവേശനം മുതൽ അരാമിലെ തോട് വരെ നിങ്ങളെ ഞെരുക്കും എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. ദൈവമേ, സ്തോത്രനിക്ക് യോഗ്യമാകുന്നു. പാറിക്കുമോ? ആമോസ് 7-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യഹോവയെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നതെന്തെന്നാൽ, പുല്ല് രണ്ടാമത് മുളച്ചു തുടങ്ങിയപ്പോൾ അവൻ വിട്ടിലുകളെ നിർമ്മിച്ചു. അത് രാജാവിന്റെ വക പുല്ല് അരിഞ്ഞ ശേഷം മുളച്ച രണ്ടാമത്തെ പുല്ല് ആയിരുന്നു.
എന്നാൽ അവ ദേശത്തിലെ സസ്യം തിന്നു തീർന്നപ്പോൾ ഞാൻ, യഹോവയെ കർത്താവെ ക്ഷമിക്കണമേ, യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും? അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു. യഹോവ അതിനെക്കുറിച്ച് അനുതപിച്ചു. അത് സംഭവിക്കില്ല എന്ന് യഹോവ അരുളി ചെയ്തു. യഹോവയെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നതെന്തെന്നാൽ, യഹോവയെ കർത്താവ് തീയാൽ വ്യവഹരിപ്പാൻ അതിനെ വിളിച്ചു. അത് വലിയ ആഴിയെ വറ്റിച്ചു കളഞ്ഞിട്ട് യഹോവയുടെ ഓഹരിയും തിന്നുകളയുവാൻ ഭാവിച്ചു. അപ്പോൾ ഞാൻ, യഹോവയായ കർത്താവെ മതിയാക്കണമേ, യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും? അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു. യഹോവ അതിനെക്കുറിച്ച് അനുതപിച്ചു. അത് സംഭവിക്കില്ല എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്തു. അവൻ എനിക്ക് കാണിച്ചു തന്നതെന്തെന്നാൽ, കർത്താവ് കയ്യിൽ തൂക്കുകട്ട പിടിച്ചുകൊണ്ട് തൂക്കുകട്ട തൂക്കി ഉണ്ടാക്കിയ ഒരു മതിലിന്മേൽ നിന്നു. യഹോവ എന്നോട്, ആമോസേ, നീ എന്ത് കാണുമെന്ന് ചോദിച്ചതിന്, ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു. അതിന് കർത്താവ്, ഞാൻ ഇന്ന് ജനമായ ഇസ്രായേലിന്റെ നടുവിൽ ഒരു തൂക്കുകട്ട പിടിക്കും. ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. ഇസഹാക്കിന്റെ പൂജാഗിരികൾ പായും, ഇസ്രായേലിന്റെ വിശുദ്ധ മന്ദിരങ്ങൾ ശൂന്യമായി തീരും. ഞാൻ യരോബെയാഗ്രഹത്തോട് വാളുമായി എതിർത്ത് നിൽക്കുമെന്ന് അരുളി ചെയ്തു. എന്നാൽ ബേഥലിലെ പുരോഹിതനായ അമസാവ് ഇസ്രായേൽ രാജാവായ യരോബെയാമിന്റെ അടുക്കൽ ആളയച്ചു. ആമോസ് ഇസ്രായേൽ ഗൃഹത്തിന്റെ മധ്യേ നിനക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു. അവന്റെ വാക്കൊക്കെ സഹിപ്പാൻ ദേശത്തിന് കഴിവില്ല. യോരോബെയ വാൾ കൊണ്ട് മരിക്കും. ഇസ്രായേൽ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും എന്നിങ്ങനെ ആമോസ് പറയുന്നെന്ന് പറയിച്ചു. എന്നാൽ ആമോസിനോട് അമസാവോ, എഡോ ദർശക, യഹൂദാദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച് അഹോവത്ത് കഴിച്ചുകൊള്ളുക. ബേഥലിലോ ഇനി പ്രവചിക്കരുത്, അത് രാജാവിന്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമല്ലോ എന്ന് പറഞ്ഞു. അതിന് ആമോസ് അമസാവിയോട്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നതിനും അത്രേ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. നീ ചെന്ന് എന്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്ക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു എന്നുത്തരം പറഞ്ഞു. ആകയാൽ നീ യഹോവയുടെ വചനം കേൾക്ക, ഇസ്രായേലിനെ കുറിച്ച് പ്രവചിക്കരുതേ, ഇസഹാക്ക് ഗൃഹത്തിന് നിന്റെ വചനം പൊഴിക്കരുത് എന്ന് നീ പറയുന്നുവല്ലോ. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭാര്യ നഗരത്തിൽ വേശ്യയാകും, നിന്റെ പുത്രന്മാരും പുത്രിമാരും വാൾ കൊണ്ട് വീഴും, നിന്റെ ദേശം അളവ് നൂൽ കൊണ്ട് വിഭാഗിക്കപ്പെടും, നീയോ ഒരു അശുദ്ധ ദേശത്ത് വെച്ച് മരിക്കും. ഇസ്രായേൽ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോ. ആമോസ് 8-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യഹോവയെ കർത്താവ് എനിക്കൊരു കൊട്ട പഴുത്ത പഴം കാണിച്ചു തന്നു. ആമോസേ, നീ എന്ത് കാണുന്നു എന്ന് അവൻ ചോദിച്ചതിന്, ഒരു കൊട്ട പഴുത്ത പഴം എന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട് അരുളി ചെയ്തത്, എന്റെ ജനമായ ഇസ്രായേലിന് പഴുപ്പ് വന്നിരിക്കുന്നു. ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. അന്നാളിൽ മന്ദിരത്തിലെ ഗീതങ്ങൾ മുറവിളിയാകും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. സാവം അനവധി എല്ലായിടത്തും അവയെ എറിഞ്ഞു കളയും. മിണ്ടരുത്. ഞങ്ങൾ ഏഫയെക്കുറിച്ചും സേക്കലിനെ വലുതാക്കി കള്ള തുലാസുകൊണ്ട് വഞ്ചന പ്രവർത്തിച്ച് എളിയവരെ പണത്തിനും ദരിദ്രന്മാരെ ഒരു കൂട്ടുചെരുപ്പിനും മേടിക്കേണ്ടേനും കോതമ്പിന്റെ പതിർ വിൽക്കേണ്ടേനും ധാന്യ വ്യാപാരം ചെയ്യുവാൻ തക്കവണ അമാവാസിയും കോതമ്പ് പീടിക തുറന്നു വെപ്പാൻ തക്കവണ്ണം സബതും എപ്പോൾ കഴിഞ്ഞു പോകും എന്ന് പറഞ്ഞു. ദരിദ്രന്മാരെ വിഴുങ്ങുവാനും ദേശത്തിലെ സാധുക്കളെ ഇല്ലാതാക്കുവാനും പോകുന്നവരെ ഇത് കേൾപ്പിൻ. ഞാൻ അവരുടെ പ്രവൃത്തികളിൽ യാതൊന്നും ഒരു നാളും മറക്കിയില്ല എന്ന് യഹോവ യാക്കോബിന്റെ മഹിമയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു. അത് നിമിത്തം ഭൂമി നടുങ്ങുകയും അതിൽ പാർക്കുന്ന ഏവനും ഭ്രമിച്ചു പോവുകയും ചെയ്യുകയില്ലയോ? അത് മുഴുവനും നീലും നദി പോലെ പൊങ്ങും, മിസ്രൈമിലെ നദി പോലെ പൊങ്ങുകയും താഴുകയും ചെയ്യും. അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ ഉത്സവങ്ങളെ ദുഃഖമായും നിങ്ങളുടെ ഗീതങ്ങളെ വിലാപമായും മാറ്റും. ഞാൻ ഏതരയിലും രട്ടും ഏത് തലയിലും കഷണ്ടിയും വരുത്തും. ഞാൻ അതിനെ ഒരു ഏകജാതനെ കുറിച്ചുള്ള വിലാപം പോലെയും അതിന്റെ അവസാനത്തെ കയ്പുള്ള ദിവസം പോലെയും ആക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ.
ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉയർന്നു ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ചലഞ്ഞു നടക്കും, കണ്ടു കിട്ടുകയില്ല താനും. അന്നാളി സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ടു വീഴും. ദാനേ, നിന്റെ ദൈവത്താണേ, ബേർസേബ മാർഗത്താണേ എന്ന് പറഞ്ഞുകൊണ്ട് സമയയുടെ അകൃത്യത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവർ വീഴും, ഇനിയും എഴുന്നേൽക്കുകയുമില്ല. ദൈവമേ, സ്തോത്രത്തിനു യോഗ്യമാവുന്നു. മാറിക്കുമോ? ആമോസ് 9-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യഹോവ യാഗപീഠത്തിനു മീതെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ അരുളിച്ചെയ്തതെന്തെന്നാൽ, ഉത്തരങ്ങൾ കുലുങ്ങുമാറ് നീ പോരികെ അടിക്കുക, അവ എല്ലാവരുടെയും തലമേൽ വീഴുവാൻ തക്കവണ്ണം തകർത്ത് കളക. അവരുടെ സന്തതിയെ ഞാൻ വാൾ കൊണ്ട് കൊല്ലും. അവരിൽ ആരും ഓടിപ്പോകുകയില്ല, അവരിൽ ആരും വഴുതി പോകുകയുമില്ല. അവർ പാതാളത്തിൽ നുരന്നു കടന്നാലും അവിടെ നിന്ന് എന്റെ കൈ അവരെ പിടിക്കും. അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും അവിടുന്ന് ഞാൻ അവരെ ഇറക്കും. അവർ കമേർലിന്റെ കൊടുമുടിയിൽ ഒളിച്ചിരുന്നാലും ഞാൻ അവരെ തിരഞ്ഞ് അവിടുന്ന് പിടിച്ചുകൊണ്ടുവരും. അവർ എന്റെ ദൃഷ്ടിന്ന് സമുദ്രത്തിന്റെ അടിയിൽ മറഞ്ഞിരുന്നാലും ഞാൻ അവിടെ സർപ്പത്തോട് കൽപ്പിച്ചിട്ട് അതവരെ കടിക്കും. അവർ ശത്രുക്കളുടെ മുമ്പിൽ പ്രവാസത്തിലേക്ക് പോയാലും ഞാൻ അവിടെ വാളിനോട് കൽപ്പിച്ചിട്ട് അതവരെ കൊല്ലും. നന്മയ്ക്കായിട്ടല്ല, തിന്മയ്ക്കായിട്ട് തന്നെ ഞാൻ അവരുടെ മേൽ ദൃഷ്ടി വെക്കും. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ദേശത്തെ തൊടുന്നു, അത് ഉരുകിപ്പോകുന്നു, അതിൽ പാർക്കുന്നവരൊക്കെയും വിലപിക്കും. അത് മുഴുവനും നീലനദി പോലെ പൊങ്ങുകയും മിസ്രൈമിലെ നദി പോലെ താഴുകയും ചെയ്യും. അവൻ ആകാശത്ത് തന്റെ മാളിക മുറികളെ പണിയുകയും ഭൂമിയിൽ തന്റെ കമാനത്തിന് അടിസ്ഥാനം ഇടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നു. യഹോവ എന്നാകുന്ന അവന്റെ നാമം. ഇസ്രായേൽ മക്കളെ, നിങ്ങൾ എനിക്ക് കൂശരെ പോലെ അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഇസ്രായേലിനെ മിസ്രയീം ദേശത്തു നിന്നും ഫെലിസ്ത്യരെ കഫോദരിൽ നിന്നും ആരാമിരെ കീറിൽ നിന്നും കൊണ്ടുവന്നില്ലയോ? യഹോവയായ കർത്താവിന്റെ ദൃഷ്ടി പാവമുള്ള രാജ്യത്തിന്മേലിരിക്കുന്നു. ഞാൻ അതിനെ ഭൂതലത്തിൽ നശിപ്പിക്കും, എങ്കിലും ഞാൻ യാക്കോബ് ഗൃഹത്തെ മുഴുവനും നശിപ്പിക്കില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അരിപ്പ കൊണ്ടരിക്കുന്ന പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ സകജാതികളുടെ അരിപ്പാൻ കൽപ്പിക്കും. ഒരു മണി പോൽ നിലത്ത് വീഴുകയില്ല, അനർത്ഥം ഞങ്ങളെ തുടർന്നെത്തുകയില്ല, എത്തിപ്പിടിക്കുകയുമില്ല എന്ന് പറയുന്നവരായി എന്റെ ദിനത്തിലുള്ള സകല പാപികളും വാൾ കൊണ്ട് മരിക്കും. അവർ ഏതോമിൽ ശേഷിച്ചിരിക്കുന്നവരുടെയും എന്റെ നാമം വിളിക്കപ്പെടുന്ന സകലജാതികളുടെയും ദേശത്തെ കൈവശമാക്കേണ്ടതിന് വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളെ നിവർത്തുകയും അതിന്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവന്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തെന്ന പോലെ പണിയുകയും ചെയ്യും എന്നാകുന്നു. ഇതനുഷ്ഠിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഉഴുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും തുറന്നെത്തുകയും പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കുകയും എല്ലാ കുന്നുകളും ഉരുകിപ്പോവുകയും ചെയ്യുന്ന നാളുകൾ വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തും. സൂര്യമായി പോയിരുന്ന പട്ടണങ്ങളെ അവർ പണിത് പാർക്കുകയും മുന്തിരിത്തോട്ടങ്ങളുണ്ടാക്കി അവയിലെ വീഞ്ഞു കുടിക്കുകയും തോട്ടങ്ങളുണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും. ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ ഇനിയും പറിച്ചു കളയുകയുമില്ല എന്ന് നിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. മാറിക്കുമോ?